സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കടുത്ത ചാഞ്ചാട്ടം. കഴിഞ്ഞ ദിവസം വില ഉയർന്നതിന് പിന്നാലെ ഇന്ന് വീണ്ടും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 270 രൂപയും പവന് 2160 രൂപയുമാണ് കുറഞ്ഞത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ചാഞ്ചാട്ടം തുടരുകയാണ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 270 രൂപ കുറഞ്ഞ് 12,865 രൂപയായി. ഇതിനാനുപാതികമായി ഒരു പവന് 2,160 രൂപ ഇടിഞ്ഞ് 1,02,920 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഈ മാസത്തെ താഴ്ന്ന വില നിലവാരത്തിന് സമീപമാണിത്. സമാനമായി 18 കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് 220 രൂപ താഴ്ന്ന് 10,575 രൂപയായി. 14 കാരറ്റ് സ്വർണത്തിന്റെ ഒരു ഗ്രാമിന് 175 രൂപ കുറഞ്ഞ് 8,235 രൂപയാണ് വിപണി വില. 9 കാരറ്റ് സ്വർണത്തിന്റെ ഒരു ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് പുതിയ വില 5,315 രൂപയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 തവണയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം രേഖപ്പെടുത്തിയത്. ഇറാനെതിരായ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് കടുത്ത ചാഞ്ചാട്ടം നേരിടാൻ ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമാകുകയാണെന്ന പ്രതീതിയിൽ സ്വർണ്ണവില 9% ഇടിഞ്ഞ് $4,100 കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ നഷ്ടത്തിൽ നിന്നും കരകയറി സ്വർണം നേട്ടത്തിലേക്കെത്തി. എന്നാൽ അനുരഞ്ജന ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇറാൻ നേതൃത്വം തള്ളിക്കളഞ്ഞതോടെയാണ് സ്വർണം വീണ്ടും നഷ്ടത്തിലേക്ക് വീണത്. അതേസമയം സംസ്ഥാന വിപണിയിൽ വെള്ളിയുടെ നിരക്കുകളിൽ ഇന്ന് വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഗ്രാം വെള്ളി വിലയിൽ 5 രൂപ വർദ്ധിച്ച് 235 രൂപയായി. ഇതിനാനുപാതികമായി 10 ഗ്രാമിന് 2,350 രൂപയും 100 ഗ്രാമിന് 23,500 രൂപയും 1 കിലോഗ്രാം വെള്ളിക്ക് 2,35,000 രൂപയും വീതമാണ് ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസം 230 രൂപയായിരുന്നു 1 ഗ്രാം വെള്ളിയുടെ വില. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ 4 തവണ മാറ്റമുണ്ടായെങ്കിലും വെള്ളി നിരക്ക് മാറിയിട്ടില്ല. നിലവിലെ സ്വർണ്ണവില പ്രകാരം ചുരുങ്ങിയത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും GST, ഹോൾമാർക്കിംഗ് ചാർജായ 45 രൂപ, അതിന്മേൽ ഈടാക്കുന്ന 18% GST എന്നിവയെല്ലാം ചേർത്ത് ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് ചുരുങ്ങിയത് 1,06,061 രൂപയെങ്കിലും നൽകേണ്ടി വരും. ആഭരണത്തിന്റെ ഡിസൈനിൽ വരുന്ന മാറ്റമനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.